പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM അന്വേഷണം തുടങ്ങി. 3 അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മന്ത്രിയുടെ പേരുകൂടി വലിച്ചിഴക്കപ്പെട്ട ഒരു കേസാണ്. മന്ത്രിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു പണം വാങ്ങിയത്, കോഴ വാങ്ങിയത് എന്നുള്ള ആരോപണവും പരാതിയുമാണ് നിലനിൽക്കുന്നത്. എന്തായാലും CPM-ന് ഈ തെറ്റുതിരുത്തൽ നടപടി അതിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്ന വലിയൊരു തലവേദനയായി ഈ ഒരു കോഴ ആരോപണം മാറുകയാണ്. ഇത് ഏത് തരത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്? ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്ന വിവാദമാണ് ഇത്. പാർട്ടിയോട് ഏറെ അനുഭാവം പുലർത്തുന്ന ഒരു ഡോക്ടറിൽ നിന്നാണ് ഇത്തരത്തിൽ 22 ലക്ഷം രൂപ ഒരു യുവ നേതാവ് വാങ്ങിയിരിക്കുന്നത്. ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം. CITUവിലെ അടക്കം സജീവമായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കൂടിയാണ്. 60 ലക്ഷം രൂപയാണ് ആകെ കോഴ ആവശ്യപ്പെട്ടത്. അതിൽ 22 ലക്ഷം രൂപ ആദ്യം നൽകി. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 12 ലക്ഷം രൂപയുമാണ് നൽകിയത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത്. എന്നാൽ PSC അംഗത്വത്തിന്റെ പട്ടിക പാർട്ടി പ്രസിദ്ധീകരിച്ചതോടെ ആ പട്ടികയിൽ ഈ ഡോക്ടർക്ക് ഇടം നേടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആയുഷിൽ ഒരു ഉന്നത പദവി വാഗ്ദാനം ചെയ്ത് പിന്നീട് 12 ലക്ഷം രൂപ കൂടി വാങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു തസ്തികയിലും നിയമനം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് പരാതിയുമായി ഡോക്ടർ രംഗത്ത് വരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഒപ്പം മറ്റ് എളമരം കരീം അടക്കമുള്ള CITU നേതാക്കളോടൊക്കെ അടുത്ത ബന്ധമാണ് ഉള്ളത്. എളമരം കരീം, ജില്ലാ സെക്രട്ടറി P മോഹൻ, MLA-മാരായ സച്ചിൻ ദേവ്, തോട്ടത്തിൽ രാധാകൃഷ്ണൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, ആരോഗ്യമന്ത്രിയുടെ PA എന്നിവരടക്കമുള്ള വളരെ വിപുലമായ ഒരു പട്ടികയുടെ പേരാണ് ഇദ്ദേഹം ഈ ഡോക്ടർക്ക് നൽകുകയും ചെയ്തത്. എന്തായാലും ഇവരോടൊക്കെ അടുത്ത് ഇടപഴകുന്ന ഏറെ അടുത്ത ബന്ധമുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് ഡോക്ടർ പൂർണ്ണമായും ഇത് വിശ്വസിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പണം നൽകിയിട്ടും ഈ നിയമനത്തിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനമാവാതെ വന്നതോടെ ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകുകയാണ് ഡോക്ടർ ചെയ്തത്. എന്നാൽ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് ഡോക്ടർക്ക് പണം മടക്കി നൽകുന്നതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വാർത്ത പുറത്തായത്. എന്തായാലും നിലവിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് 3 അംഗ കമ്മീഷനെ ഈ ആരോപണം അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ അടിയന്തരമായി തന്നെ ഈ കമ്മീഷൻ അന്വേഷണം നടത്തി പാർട്ടിക്ക് റിപ്പോർട്ട് നൽകും. ഈ ഡോക്ടറും ഈ CPM നേതാവും തമ്മിൽ ഈ കോഴ ഇടപാട് അല്ലെങ്കിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ശബ്ദരേഖകളടക്കം ഈ കോൾ വോയിസ് റെക്കോർഡുകൾ അടക്കമാണ് ഈ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ തെളിവുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ പോലീസിലേക്ക് പരാതി നൽകുന്നതിനോ പുറത്തൊരു പരാതി നൽകുന്നതിനോ ഇദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്. ഇന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. വളരെ വിശദമായി ഈ വിഷയം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ സാഹചര്യത്തിൽ ഈ പരാതിയിലെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങൾ നമ്മളടക്കം മുഹമ്മദ് റിയാസിനെ കണ്ട് സംസാരിച്ചപ്പോൾ അറിയില്ല എന്ന വാക്കുകൾ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്ത്. ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നും, താങ്കൾ ഈ പാർട്ടിക്ക് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അറിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന വാർത്തയിൽ നിജസ്ഥിതി ഇല്ലെങ്കിൽ വ്യാജ വാർത്ത എന്നൊക്കെ പരസ്യമായി തന്നെ തള്ളി പറയുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. പക്ഷേ ഇന്നലെ അദ്ദേഹം അറിയില്ല എന്ന വാക്കിൽ മാത്രമാണ് കാര്യങ്ങൾ ഒതുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ വളരെ വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. അതോടൊപ്പം മനീഷ്, എന്തായാലും ഏത് വിധത്തിൽ ഈ ഒരു വിഷയം പാർട്ടി പ്രതിരോധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നതാണ്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയില്ല എന്നുള്ള കാര്യമാണ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഇതിലൊരു അക്ഷരം പോലും പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹം ഈ വിഷയത്തിൽ പാർട്ടിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇന്നെന്തായാലും നേതൃത്വം ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക് കരുതാം അല്ലേ?
തീർച്ചയായും ഒരുപക്ഷെ കടക്കും, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ഒരു ആഭ്യന്തര രഹസ്യം എന്ന രീതിയിൽ ഇക്കാര്യത്തെ ഉപയോഗിക്കുമോ അതോ പുറത്തേക്ക് പരസ്യമായി പറയുക, ഡോക്ടറോടും മറ്റും പറഞ്ഞ് പുറത്ത് പറയില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ ഒരുപക്ഷെ പാർട്ടിക്ക് മുടിവെക്കാൻ കഴിയും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. ഇത്തരം തിരിച്ചടിക്ക് പിന്നിൽ ഈ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും ഒക്കെ ദുഷ്പ്രവണതകൾ ഉണ്ട് എന്ന് പാർട്ടി വിലയിരുത്തലുണ്ടായിരുന്നു. ഇന്നലെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസംഗത്തിൽ പോലും ഒരുപാട് പണത്തോടുള്ള ആർത്തി ഈ പാർട്ടി പ്രവർത്തകരും പലരും അണികളുമൊക്കെ കാണിക്കുന്നു. പലരും പണമുണ്ടാക്കാമെന്ന ധാരണയോടുകൂടിയാണ് പാർട്ടിയിലേക്ക് എത്തുകയും ചെയ്യുന്നതെന്ന രീതിയിലൊക്കെ വിമർശനമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ ഒരു തെറ്റുതിരുത്തലിനായി പാർട്ടി ഒരുങ്ങിപ്പുറപ്പെടുമ്പോൾ ഇത്തരം പ്രവണതകൾ ഈ പാർട്ടിക്ക് പുറത്തുണ്ടാകുന്ന നാണക്കേടോർത്ത് മൂടിവെക്കുമോ അതോ പാർട്ടി പരസ്യമായി തള്ളി പറഞ്ഞ് ഒരു നടപടി എടുക്കുമോ എന്ന് തന്നെയാണ് കണ്ടറിഞ്ഞു കണ്ടത്. എന്തായാലും നയമാറ്റം ഏതു തരത്തിൽ ആ പാർട്ടിയിൽ പ്രതിഫലിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാവും ഇന്നത്തെ ഈ കേസ്, അല്ലെങ്കിൽ ഈ അഴിമതി ആരോപണം, കോഴ ആരോപണം. തീർച്ചയായും. എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.